എല്ലാവർക്കും സിയ വേരിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സോസേജ് റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ആദ്യം ഒരു കടായിൽ ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിതിനായിട്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു പകുതി ക്യാപ്സിക്കവും ഒരു ചെറിയ കഷ്ണം കാബേജ്, ഒരു 2 ക്യാരറ്റ്, ഒരു വലിയ സവാളയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൽ ഈ പച്ചമണമൊക്കെ മാറി ഒന്ന് ചടഞ്ഞ് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരല്പം സോസേജ്, ഒരു 4-5 പീസ് സോസേജ് ഇതുപോലെ ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും വെജിറ്റബിൾസുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് സോസേജിനും വെജിറ്റബിൾസിനും ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കുക കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അത്യാവശ്യം ഒരു വലിയ പീസായിട്ടാണ് നമ്മുടെ സോസേജ് കട്ട് ചെയ്തിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് വേവാനായിട്ട് ഒരു 3/4 കപ്പോളം തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാക്കറ്റ് പാലോ പശുവിൻ പാലോ ഏത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കുബ്ബൂസ് ചൂടാക്കിയെടുക്കാം കേട്ടോ. ഞാനിത് അന്ന് ലുലു മാളിൽ പോയില്ലേ, അപ്പോൾ മേടിച്ചതാണ്. ഇതിന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. റെസിപ്പി വേണമെന്നുള്ളവർ പറയണേ. അപ്പോൾ ഇതേ നമ്മുടെ കുബ്ബൂസൊക്കെ ചൂടാക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ സോസേജും ഒക്കെ വെജിറ്റബിൾസും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 50 ഗ്രാമോളം മൊസറല്ല ചീസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മൊസറല്ല ചീസ് ഇല്ലാത്തവർ നോർമൽ ചീസായാലും ചേർത്താൽ മതിയാവും. ഇനി നമുക്ക് ഈ ചീസൊക്കെ ഈ വെജിറ്റബിൾസുമായിട്ടൊക്കെ മിക്സായി അത്യാവശ്യം നന്നായിട്ട് മെൽറ്റായി വരുന്നവരെ കൂടെ വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈ കൂടെ ഉണ്ടാക്കാം കേട്ടോ. ഞാനിവിടെ റെഡിമെയ്ഡ് ഫ്രഞ്ച് ഫ്രൈ ആണ് കേട്ടോ എടുക്കുന്നത്. ഫ്രഞ്ച് ഫ്രൈ ഒക്കെ റെഡിയാക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ചീസൊക്കെ അത്യാവശ്യം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ വെജിറ്റബിൾസും സോസേജുമായിട്ടൊക്കെ മിക്സായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം സോസേജ് റോളില്ലേ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. അതിനായിട്ട് ഞാനിത് ഒരു പാത്രത്തിലേക്ക് ആ സോസേജ് മിക്സ് എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഫ്രഞ്ച് ഫ്രൈ പൊരിച്ചതും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള കുബ്ബൂസാണ്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് തന്തൂരി മയോണീസാണ് കേട്ടോ. തന്തൂരി മയോണീസ് ഇല്ലാത്തവർക്ക് നോർമൽ മയോണീസ് ആയാലും എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു കുബ്ബൂസ് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന തന്തൂരി മയോണീസില്ലേ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ 4 സൈഡിലും സ്പ്രെഡ് ആവുന്ന രീതിയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സോസേജിൻ്റെ മിക്സിയുടെ വെജിറ്റബിൾസായിട്ടുള്ള അതിങ്ങനെ നീളത്തിൽ നടുവിലായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നതിലെ ഫ്രഞ്ച് ഫ്രൈ അതുകൂടെ വെച്ച് കൊടുക്കാം. ഫ്രഞ്ച് ഫ്രൈ പൊരിക്കുന്ന വീഡിയോ ക്ലിപ്പ് എൻ്റെ നിന്ന് മിസ്സായി കേട്ടോ, അതാണ് ഞാനത് കാണിക്കാത്തത്. ഇനി നമുക്കിതിനെ റോൾ ചെയ്തെടുക്കണം കേട്ടോ. അതിനായിട്ട് ഞാൻ ഇതിൻ്റെ അടിയിലായിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ പിടിച്ച് നന്നായിട്ടൊന്ന് കുബ്ബൂസിൽ റോൾ ചെയ്തതിന് ശേഷം അതിൻ്റെ ഒപ്പം തന്നെ ബട്ടർ പേപ്പർ കൊണ്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇതുപോലെ താഴെ ഭാഗത്തൂടെ പോവാതിരിക്കാനായിട്ട് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ 2 സൈഡിലും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ സോസേജ് റോൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളവ കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ബാക്കിയുള്ളത് കൂടെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ എന്ത് ഭംഗിയാണ് കാണാനല്ലേ. കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.